മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് CPIM പ്രവർത്തന റിപ്പോർട്ട്. ഭരണത്തിരക്കുകൾക്കിടയിലും സംഘടനാ കാര്യങ്ങളിൽ പാർട്ടിയെ സഹായിക്കുന്നുവെന്നാണ് പ്രശംസ. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് തന്നെയെന്നും MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. വിവാദ പ്രസ്താവനകൾ മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടിൽ വിമർശനവുമുണ്ട്. 24 എക്സ്ക്ലൂസീവാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ MV ഗോവിന്ദൻ സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് അവതരണം പൂർത്തിയായി ഇപ്പോൾ അംഗങ്ങൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, നമ്മൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ സംഘടനാ റിപ്പോർട്ടിൽ ഓരോ സെക്രട്ടറി അംഗങ്ങളുടെയും പേര് പരാമർശിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രത്യേകമായുള്ള ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ള പേര് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ്. പിണറായി വിജയനെ പ്രശംസിക്കുന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഭരണത്തിരക്കുകൾക്കിടയിലും പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ കാര്യമായ സഹായം നൽകുന്നു, പാർട്ടി സെന്ററിനെ സഹായിക്കുന്നു, അദ്ദേഹത്തിന് സംഘടനാ കാര്യങ്ങളിലും ഭരണകാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധിക്കുന്നു എന്ന പരാമർശമാണ് ഈ റിപ്പോർട്ടിൽ പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറി അംഗത്തിന് താഴെയായി എഴുതിയിരിക്കുന്നത്. അതായത് പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിൽ തന്നെയുള്ള മുൻ LDF കൺവീനർ EP ജയരാജനെതിരായ വിമർശനമാണ്. EP ജയരാജന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന റിപ്പോർട്ടിലെ ഭാഗത്തിൽ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എന്ന ഒറ്റവാക്ക് പരാമർശമാണ് ഉള്ളത്. എന്നാൽ ഇതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ ഏതുതരം വിവാദത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നോ അദ്ദേഹത്തെ മാറ്റിയതെന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ EP ജയരാജനെ സംസ്ഥാനത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതാണ് എന്ന ഒറ്റവരി പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. ബാക്കി കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ചയിൽ ഉയർന്നു വരുമ്പോൾ മറുപടി പറയാമെന്ന് സംസ്ഥാന നേതൃത്വം വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാകണം ഈ റിപ്പോർട്ടിൽ ഒറ്റവരി പരാമർശം മാത്രമുള്ളത്. സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി ചെറിയാനെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നതാണ് സജി ചെറിയാനെ പറ്റി ഉള്ള വിലയിരുത്തലിന് താഴെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുന്തം കൊടച്ചക്രം പോലുള്ള വിവാദ പ്രസ്താവനകളുടെ പേരിൽ ഇടയ്ക്ക് പുലിവാല് പിടിക്കുകയും രാജിവെക്കുകയും ചെയ്ത സംസ്ഥാന സെക്രട്ടറി അംഗമാണ് സജി ചെറിയാൻ. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ നൽകുന്നത്. ഇതാണിപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതോടൊപ്പം തന്നെ BJP സംസ്ഥാനത്ത് വളരുന്നു, BJPയിലേക്ക് പാർട്ടി വോട്ടുകൾ ചോരുന്നു, പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിലെ വോട്ട് BJPയിലേക്ക് ചോർന്നു പോകുന്നു തുടങ്ങിയ കാര്യങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്, രാഷ്ട്രീയ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. ശ്രീജിത്ത്, ഒപ്പം തന്നെ മുകേഷിന്റെ അസാന്നിധ്യം അത് വളരെ ശ്രദ്ധേയമാണ്. അത് മനഃപൂർവ്വമായി മാറി നിൽക്കാൻ പറഞ്ഞത് തന്നെയാണോ പാർട്ടി? മുകേഷിനെതിരെ ഈ സ്ത്രീപീഡന പരാതിയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കുറ്റപത്രത്തിൽ അദ്ദേഹത്തിനെ പ്രതിയാക്കിയുള്ള കുറ്റപത്രമാണ് പുറത്തു വന്നത്. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടി പരിപാടികളിൽ ഒരു അപ്രഖ്യാപിത വിലക്കുണ്ട് എന്നാണ് കൊല്ലത്ത് പാർട്ടിക്കാർക്കിടയിലുള്ള സംസാരം. എന്നാൽ CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു, ലോഗോ പ്രകാശനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. എന്നാൽ സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം ഒരു നിരീക്ഷകനായോ ഒരു കാണിയായോ പോലും ഇന്നലത്തെ പൊതുസമ്മേളന വേദിയിൽ പതാക ഉയർത്തുമ്പോഴോ ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കുമ്പോഴോ ഇവിടെ എത്തിയില്ല. അതിന് പാർട്ടി നേതൃത്വം നൽകുന്ന വിശദീകരണം അദ്ദേഹം പാർട്ടി അംഗമല്ല, പാർട്ടിയുടെ സജീവ പ്രവർത്തനമല്ല എന്നാണ്. എന്നാൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുകയും 2 തവണ MLA ആവുകയും ലോക്സഭയിലേക്ക് സീറ്റ് നേടി മത്സരിക്കുകയും ചെയ്ത മുകേഷ് ഇവിടെ എത്താത്തതിന് ഏതൊന്നും ഒരു ന്യായീകരണമാവുന്നില്ല. കാരണം CPIMന്റെ പ്രധാനപ്പെട്ട ഒരു MLA അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടിയിൽ വരാത്തതിനെ പറ്റി ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റി നിർത്തൽ കൊണ്ട് തന്നെയാണ് എന്നാണ് നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ശ്രീജിത്ത്, അതുപോലെ തന്നെ പാർട്ടി മൊത്തത്തിലൊരു മാറ്റത്തിലേക്ക്, പുതിയ മാർഗരേഖകളിലേക്കൊക്കെ പോകുന്നു എന്ന സൂചനകളും ഈ സമ്മേളനം തരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത ചിന്താരീതിയിൽ നിന്ന്, ആ ഒരു ചിന്താധാരയിൽ നിന്ന് പാർട്ടി മാറി സഞ്ചരിക്കാനുള്ള ഒരു തുടക്കം, സ്വകാര്യ മൂലധന നിക്ഷേപത്തിലേക്ക് പോകാനുള്ള സംസ്ഥാനത്തിന്റെ വികസന രേഖ അവതരിപ്പിക്കുന്ന ആ രീതിയിലൊക്കെയുള്ളൊരു തുടക്കങ്ങളും ഈ സമ്മേളനത്തിൽ കാണുന്നില്ലേ? CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്ന നവകേരളത്തിന് പുതുവഴികൾ എന്ന രേഖയിലാണ്
CPIM-ന്റെ മാറി നടക്കൽ, അതായത് നിലവിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കാര്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത്, പ്രത്യയശാസ്ത്രപരമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത്, അതിൽ നിന്നെല്ലാം മാറിയുള്ള ഒരു പ്രഖ്യാപിതമായ ഒരു നയംമാറ്റത്തിന്റെ സൂചനയായി വരാൻ പോകുന്നത് ഇപ്പോൾ 4 മണിക്ക് ഇവിടെ സമ്മേളന വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയാണ്. സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കലടക്കം പാർട്ടിയുടെ നയത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന നിർദ്ദേശങ്ങളാണ് ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയിലുള്ളത്. ഇത് രാവിലെ തന്നെ 24 പുറത്തുവിട്ട വിവരമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വകാര്യ നിക്ഷേപങ്ങൾ സർക്കാരിന് സ്വീകരിക്കേണ്ടി വരും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സ്വീകരിക്കേണ്ടി വരും എന്ന കാര്യമാണ് ഈ രേഖ പൊതുവായി ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, അതോടൊപ്പം തന്നെ ഈ പ്രായപരിധിയാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായതും. അപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ഭരണത്തിരക്കിനിടയിലും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അത് കൃത്യമായിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ള വിവരം വരുമ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത് പിണറായി വിജയന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ്, ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ അത്. സ്മിത, CPIM-ന്റെ കേരളത്തിലെ എപ്പോഴത്തെയും അവസാന വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അത് സംഘടനാ തലത്തിലാണെങ്കിലും ഒപ്പം തന്നെ ഭരണതലത്തിലാണെങ്കിലും പിണറായി നയിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലേത്. പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ പിണറായി വിജയൻ സംഘടനാ രംഗത്തും ഒപ്പം തന്നെ അദ്ദേഹത്തിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ, മുഖ്യമന്ത്രി നിലയിലുള്ള ഉത്തരവാദിത്വം അദ്ദേഹം വളരെ ഫലപ്രദമായി നിർവഹിക്കുന്നു. എന്നാൽ ഭരണത്തിരക്കിടയിൽ പാർട്ടിയെ മറന്നുപോകുന്ന സ്വഭാവമല്ല, പ്രവർത്തന രീതിയല്ല പിണറായി അവലംബിക്കുന്നത്. മറിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ പാർട്ടി കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. എത്ര തിരക്കുണ്ടായാലും പാർട്ടിയുടെ സെന്ററിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ, പാർട്ടിയുടെ മറ്റ് സംഘടനാപരമായ പ്രവർത്തനങ്ങളിലുള്ള മാർഗനിർദ്ദേശം നൽകൽ, ഈ കാര്യങ്ങളിലെല്ലാം പിണറായി സുത്യർഹമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CPIM പ്രവർത്തന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് പ്രശംസയുണ്ട്. അതുപോലെ ക്രിസ്റ്റിന പറഞ്ഞതുപോലെ ഈ നയംമാറ്റമൊക്കെ തന്നെ അത് സ്വകാര്യ മൂലധന നിക്ഷേപം, ആ കാര്യത്തിൽ പാർട്ടി ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലികമായ മാറ്റം എല്ലായിടത്തും ആവശ്യമാണ്. കാരണം ഇത് ഈ 1883 അല്ലെങ്കിൽ 1880കളിലൊക്കെ ആരംഭിച്ച ആ ഒരു നിലപാട്. അപ്പോൾ വർഷങ്ങൾ മാറുമ്പോൾ, നമ്മുടെ സാങ്കേതിക വിദ്യകൾ മാറുമ്പോൾ, നമ്മുടെ ചിന്താധാരകളിലും മാറ്റം അതിനനുസരിച്ച് വേണം. അത് പാർട്ടി സ്വീകരിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്. സോ ചേഞ്ച് ഈസ് ദ ഓൺലി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെ. ഒപ്പം തന്നെ MA ബേബി അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ പറയുന്നത് ക്ഷമയോടെ കേട്ട് ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. അത് വലിയൊരു കാര്യമാണ്. കാരണം തുല്യത എപ്പോഴും തുല്യത എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ബേസിക് നിലപാടാണ്. അപ്പോൾ ജനങ്ങളെ കണ്ട് അവർ പറയുന്നത് കേട്ട് മാറ്റങ്ങൾ വരണം എന്നുള്ള കാര്യം സ്വാഗതാർഹമാണ് എന്ന് തോന്നുന്നു.